നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വെബ് സീരീസിന്റെ റിവ്യൂ ആണ്. വെബ് സീരീസിന്റെ പേര് ഖോഫ് എന്നാണ്. ഇതൊരു ഹിന്ദി വെബ് സീരീസ് ആണ്. ഇത് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് മോണിക്ക പൻവാർ, അഭിഷേക് ചൗഹാൻ, രജത് കപൂർ ഇവരൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ലീഡിലുള്ളത്. പിന്നെ ഇത് ഇത് ഷോ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സ്മിത സിംഗ് എന്ന് പറഞ്ഞൊരു ആളാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഹൊറർ ജോണറിലുള്ളൊരു സീരീസ് ആണ്. ഒരു ചുരുക്കം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി അവള് ഡൽഹിയിലോട്ട് വരുന്നു. ഡൽഹിയിലോട്ട് വന്നതിന് ശേഷം അവൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോസ്റ്റലിലൂടെ അവൾ താമസത്തിന് പോകുന്നു. അവിടെ അവൾ താമസിക്കുന്ന റൂമിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു ഗോസ്റ്റ് ഉണ്ട്. പിന്നെ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന ഒരു കഥയാണ്. പിന്നെ അതുപോലെ ഇവക്കൊരു വേറെ ബാക്ക് സ്റ്റോറി ഉണ്ട്. ഇവിടെ ലൈഫിൽ ഒരു ട്രാജഡി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതും കണക്ട് ആയിട്ട് കുറെ സംഭവം ഉണ്ടാകുന്നുണ്ട്. ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു വൺ ലൈൻ എന്ന് പറയുന്നത്. എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇത് ഹൊറർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് പേടിപ്പിക്കുക അല്ലെങ്കിൽ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക, അത് മാത്രമല്ല ഈ ഒരു വെബ് സീരീസിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് വുമൺ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ, അതായത് ഡൽഹിയിൽ എസ്പെഷ്യലി ഇത് മൊത്തം സംഭവം നടക്കുന്നത് ഡൽഹിയിലാണ്. ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ളൊരു സീരീസ് ആണ്. അപ്പം അവർ നേരിടുന്ന പല പ്രശ്നങ്ങളെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളൊരു ഹൊറർ സീരീസ് ആണ്. പിന്നെ ഇതിൽ പേടിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഈ ഒരു സീരീസ് പോകുന്ന രീതി, ഇതിന്റെ ഉള്ളിലെ ത്രില്ലിങ് എലമെന്റ്സ്, ഇതിലെ ക്യാരക്ടേഴ്സ്, അതൊക്കെ ഭയങ്കര രസമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഞാൻ പറയാം, എനിക്ക് എൻ്റെ ടുവേർഡ്സ് ക്ലൈമാക്സ് ഒക്കെ സൂപ്പർബാണ്. ഈവൻ എൻ്റെ എൻഡിങ് അടിപൊളിയാണ്. ഇതിൻ്റെ അതിൽ ആരാണ് പ്രേതം എന്നുള്ള റിവീലേഷനൊക്കെ വരും, അത് അടിപൊളിയാണ്. ഇതിലെ ക്യാരക്ടേഴ്സുമായിട്ടുള്ള കണക്ഷൻസ് അടിപൊളിയാണ്. ക്യാരക്ടേഴ്സിന്റെ ബാക്ക് സ്റ്റോറി സൂപ്പർബാണ്. ഇത് എല്ലാം കൊണ്ടും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാര്യം ഞാൻ പറയാം, പേടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ജസ്റ്റ് പേടിയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സീരീസ് എന്ന് ഞാൻ പറയില്ല. പക്ഷെ മോർ ദാൻ റിയൽ ഹൊറർ, നമ്മളെ ജംപ് സ്കെയറി ആയിട്ടുള്ള സീൻസിനെക്കാട്ടും ഉപരി ഇതിന്റെ സ്ക്രീൻ പ്ലേ അടിപൊളിയാണ്, സൂപ്പറാണ്. ഞാൻ പറയാം, നിങ്ങൾക്ക് വേർത്തി ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. തീർച്ചയായിട്ടും കണ്ടുപോക്കാം. അതിലെ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള മോണിക പൻവാർ ചെയ്ത ക്യാരക്ടർ, മധു എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ക്യാരക്ടർ അടിപൊളിയായിട്ടാണ് ഇത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അവർക്കൊരു ഫ്ലാഷ് ബാക്ക്, അവരുടെ ബാക്ക് സ്റ്റോറി, അതുമായിട്ട് ഈ ഒരു സ്റ്റോറിയുമായിട്ട് കണക്ഷൻ. പിന്നെ രജത് കപൂർ സൂപ്പറാണ്. രജത് കപൂറും സൗണ്ട് അവർ കുറച്ച് മാറ്റിയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമായിട്ട് വന്നിട്ടുള്ള നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കളർ ഗ്രേഡിങ്ങും സിനിമോട്ടോഗ്രാഫിയും എല്ലാം കൊണ്ട് നല്ലൊരു സീരീസ് ആണ്, കണ്ടുനോക്കുക. പിന്നെ എനിക്ക് ആകെയുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒബ്വിയസ്ലി സ്ത്രീകളോട് നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്ക് നേരെ ഉണ്ടാകുന്ന സെക്ഷൽ ഹറാസ്മെന്റ് ഒക്കെയാണ് ഇതിന്റെ മെയിൻ പ്ലോട്ടായിട്ട് വരുന്നത്. പക്ഷെ എന്താ വെച്ചാൽ ഇത് നമ്മളിപ്പോൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ആ ഒരു സബ്ജക്റ്റ് അത്ര ഫ്രഷ് അല്ല എന്ന് പറയുകൊണ്ട് ഈ സംഭവങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല, ജസ്റ്റ് ഒരു ഓക്കെ, ഇതിന് കൂടുതൽ ഒരു അപ്പീൽ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു സെക്ഷൽ അസോൾട്ടിനെ എടുത്ത് വെച്ചിരിക്കുന്നതല്ല. ആ സിനിമ ആ ഒരു റീസണിങ്ങിനും എല്ലാത്തിനും ഒരു ഇതുണ്ട്. ആ ഒരു സീരീസിനകത്തിന് അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് കണക്റ്റഡ് ആണ് ഇതെല്ലാം. പിന്നെ എനിക്ക് തോന്നിയ കാര്യം, ഇതിൽ കാണിക്കുന്ന മിക്ക ആളുകളെയും കാണിച്ചിരിക്കുന്നത് ഒരു ഗ്രേ ഷെയ്ഡിലാണ്. എല്ലാവരും ഗ്രേ എന്ന് വെച്ചാൽ എല്ലാവരും സെക്ഷൽ, കാര്യം മോർ ദാൻ ആണുങ്ങളെ കാര്യമല്ല, ഡൽഹിയിലുള്ള ആൾക്കാർ മൊത്തത്തിൽ ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ നമുക്കൊരു തോട്ട് വരും. അതെനിക്ക് ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നി. എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അത് ചിലപ്പോൾ സത്യമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു കാര്യമാണ്. ഭയങ്കര നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. കാരണം അപ്പൊ ഒരു സ്ത്രീക്ക് കാര്യം എല്ലാ സൈഡിലും അവര് ഡൽഹിയിൽ എവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ അതൊരു ഒരു സ്ഥലത്തിനെ ഇതാക്കുന്ന പോലെ എനിക്ക് തോന്നി. ആ ഒരു സംഭവം മാത്രമാണ് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നത്. ബാക്കിയൊന്നും എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയില്ല. സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ, ആക്ടിങ്, എവറിത്തിങ് ഈസ് പാർ എക്സലന്റ്, സൂപ്പർ, കണ്ടുപോകുക തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറെ കാര്യം, ഇതിനകത്ത് മലയാളികളായിട്ട് നേഴ്സുമാരായിട്ട് അഭിനയിക്കുന്ന 2-3 പേരുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരു ഹിന്ദി സിനിമയിൽ മലയാളികളെ തന്നെ കാസ്റ്റ് ചെയ്ത്, കറക്റ്റ് മലയാളിയെ തന്നെ കാസ്റ്റ് ചെയ്ത് അവര് ഹിന്ദി പറയുന്ന ഒരു രീതി, അത് കറക്റ്റാണ്. അവർ ഹിന്ദി പറയുന്ന രീതി, പിന്നെ അവര് പരസ്പരം മലയാളം പറയുന്ന ഈ സംഭവങ്ങളൊക്കെ അവര് യഥാർത്ഥ നോർമൽ മലയാളികളാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും. പക്ഷെ അവർ നോർമൽ മലയാളികളെ തന്നെയാണ് അതിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ വേറെ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഒരു ആക്ടറായിട്ടൊന്നും നിൽക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒറിജിനാലിറ്റി ഭയങ്കരമായിട്ട് എനിക്കത് കിട്ടി. അവർ നോർമൽ രീതിയിൽ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട്, അല്ലാണ്ട് ഈ മറ്റേ കേരള സ്റ്റോറിക്കകത്തിൽ അവര് മലയാളം പറഞ്ഞ പോലത്തെ പരിപാടിയല്ല ഇത് കാണിച്ചിരിക്കുന്നത്. അതൊരു ബേബി ജോണ്ടാത്തിൽ മലയാളം പറയുന്നതൊക്കെ പോലെയല്ല. സൂപ്പർ, കണ്ടുപോകുക, തീർച്ചയായും കണ്ടുപോകുക. ഒരു വേർത്തി സീരീസാണ്, കണ്ടുപോകുക.